മക്കൾ എത്ര പഠിച്ചാലും രക്ഷിതാക്കൾക്ക് മക്കളുടെ മേൽ നിരന്തരമായ ഉത്കണ്ഠയാണ്. അവരുടെ ഉയർച്ചയ്ക്കും വ്യക്തിപ്രഭാവത്തിനും ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ മക്കളെ നോക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ആ ശ്രദ്ധ കുട്ടികളുടെ ചെറുപ്പം മുതലേ തുടങ്ങണം. അവരെ വാനോളം പഠിപ്പിച്ചത് കൊണ്ടായില്ല, അവരുടെ വ്യക്തിപ്രഭാവത്തിനും വളർച്ചയ്ക്കും സ്വാധീനം ചെലുത്തുന്നത് രക്ഷിതാക്കളാണ്. ഇത് അവരുടെ കുഞ്ഞുനാളിലെ കൊച്ചു കൊച്ചു സംശയങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇരുട്ടാവുന്നതും എന്നും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് അത്. അവരെ പൂർണ്ണമായും തള്ളിക്കളയാതെ അവരെ പറയാൻ പ്രോത്സാഹിപ്പിച്ചും അറിയാവുന്നത് പറഞ്ഞുകൊടുത്തും അവരുടെ മനസ്സിൽ വളരുന്ന സംശയങ്ങളെ നീക്കിക്കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അവരെടുക്കുന്ന സ്വതന്ത്ര നിലപാടും തീരുമാനങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അവരിൽ ഉണ്ടാവുന്ന വ്യക്തിത്വ വികസനവും സ്വഭാവ വികസനവും നടക്കുന്നത് വിദ്യാലയ കാലഘട്ടങ്ങളിലാണ്. ആ കാലയളവിൽ അവരെ നിഷ്പക്ഷമായി പിന്തുണയ്ക്കേണ്ടതും രക്ഷിതാക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ കുഞ്ഞുനാളിൽ തന്നെ ബുക്കുകളോടുള്ള പ്രിയം ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളുടെ പകുതി ഭാരം കുറയ്ക്കുന്നതാണ്. അവരുടെ ഭാവി ചിന്താശേഷിക്കും അത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ബുക്കുകളോടുള്ള കമ്പം ഉണ്ടാക്കുക, അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുക, അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. അങ്ങനെ അവരുടെ മാനസിക വളർച്ച മെച്ചപ്പെടുത്തുക. അടുത്തത് അവരുടെ ഭാവനശക്തിയാണ്. ചെറുപ്പത്തിൽ ബുക്കുകളോടുള്ള കമ്പം ഉണ്ടാക്കുന്നതും ചെറുപ്പത്തിൽ തന്നെ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അവരുടെ ഭാവനശക്തി വളർച്ചയ്ക്ക് സഹായകരമായിരിക്കും. കുട്ടികൾ പലതരത്തിലുണ്ടായിരിക്കും. അവരുടെ കഴിവും വീക്ക്നെസ്സും തിരിച്ചറിയുകയാണ് പ്രധാന കാര്യം. അവരുടെ കഴിവുകൾ എന്താണ് അത് പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കുറവുകൾ എന്താണ്, വീക്ക് പോയിന്റുകൾ എന്താണ് അത് കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്യുന്നത് അവരുടെ കരിയറിന് ഗുണം ചെയ്യും. ചിട്ടയായി ക്രമീകരണങ്ങൾ നടത്തുന്നതും ചിട്ടയായി കാര്യങ്ങൾ ചെയ്യുന്നതും നല്ല സ്റ്റുഡൻസിൻ്റെ ലക്ഷണമാണ്. അവരിൽ ചിട്ടയുള്ളതും സ്ഥിരതയാർന്നതുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവരെ അത് പ്രാപ്തരാക്കുന്നു. ചിട്ടയായി കാര്യങ്ങൾ ചെയ്യുക എന്നത് ചിട്ടയായി ഓരോ പ്രവൃത്തിക്കും സമയക്രമീകരണങ്ങൾ നടത്തുക എന്നതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഇത്രയൊക്കെ പ്രത്യേകതകൾ അവർക്കുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ആദ്യപ്പെടേണ്ട കാര്യമില്ലെന്നാണ്. കുട്ടികളെ ശലഭങ്ങളായി കാണുക. അവർ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പറന്നുയരട്ടെ. കുട്ടികളെ പറക്കാൻ പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. തീർച്ചയായും അവർ നാളെയുടെ പൂങ്കാവനം തീർക്കുന്നതാണ്.